ഹായ് ഓൾ. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ അഡീഷണൽ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ധാരാളം ആശങ്കകൾ നിലനിരുന്നു. എന്നാൽ ഒക്ടോബർ 1 കേരള ഗസറ്റ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് AMVയുടെ അഡീഷണൽ ക്വാളിഫിക്കേഷനായ 1 ഇയർ എക്സ്പീരിയൻസ്, അതായത് അംഗീകൃത വർക്ക്ഷോപ്പിൽ നിന്നുള്ള 1 ഇയർ എക്സ്പീരിയൻസ് ഒഴിവാക്കിക്കൊണ്ട് അമെൻഡ് ചെയ്തതായിട്ടാണ് നമുക്ക് ആ ഗസറ്റിൽ നിന്നും വ്യക്തമാകുന്നത്. ആ ഗസറ്റിലെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് പ്രൊബേഷനോടുള്ള 1 ഇയർ പരിശീലനത്തെക്കുറിച്ചും ട്രെയിനിങ്ങിനെ കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഒരു ഗസറ്റ് വന്നെങ്കിലും നമുക്ക് നമ്മുടെ ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ ഈ പറയുന്ന 10 മാസത്തെ ട്രെയിനിങ് എങ്ങനെയായിരിക്കും, അതിനകത്ത് പോലീസ് ട്രെയിനിങ് എത്ര നാളുണ്ടാവും, അതുപോലെ തന്നെ ബാക്കി ടെക്നിക്കലായിട്ടുള്ള ട്രെയിനിങ് എത്ര നാളുണ്ടാവും, അങ്ങനെയുള്ള കുറേ ആശയങ്ങൾ വീണ്ടും നമുക്ക് മുന്നിലേക്ക് ചോദ്യമായിട്ട് തന്നെ തുറന്നു വെക്കുന്നുവെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭ വാർത്തയാണ് നമുക്ക് 1 വന്ന ഈ ഗസറ്റിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇനിയുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നത്. നമുക്കറിയാം, ലാസ്റ്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെയായിരുന്നു നമ്മൾ ഏറെ കാലമായി വെയിറ്റ് ചെയ്തിരുന്ന കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയും. നമ്മൾ ഏറെ കാലമായിട്ട് നോട്ടിഫിക്കേഷൻ വരും എന്ന് കരുതിയിരുന്ന ഒരു പോസ്റ്റായിരുന്നു. അതും നമുക്ക് ഈ റീസെന്റ് നടക്കാൻ പോകുന്ന എക്സാമാണ്. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് വളരെ പെട്ടെന്ന് തന്നെ എക്സാം നടത്തുകയാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിളിന്റെയും വിജ്ഞാപനം, അതായത് നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ ഒരു 4 മാസം 5 മാസത്തിനുള്ളിൽ തന്നെ എക്സാം നടക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. നമുക്കറിയാം, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഓട്ടോമൊബൈലും അതുപോലെ തന്നെ മെക്കാനിക്കലിന്റെ പാർട്ടും ഈക്വലായി തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അത്യാവശ്യം വാസ്റ്റ് സിലബസ് തന്നെയാണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്രയും സമയം കൊണ്ട് ഇത്രയും വലിയൊരു സിലബസ് കവർ ചെയ്യാൻ സാധിക്കണമെന്നില്ല. നമുക്കറിയാം, ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടിയല്ല പഠിക്കുന്നത്, മറിച്ച് ആ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് എത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, ഒരു ജോലി ലഭിക്കണമെന്നില്ല. മറിച്ച് അതിൽ ഉയർന്ന റാങ്ക് നേടിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ ജോലിയിലേക്ക് എത്താൻ സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് അഡ്വൈസ് ലഭിക്കുക. സോ നമ്മുടെ പഠിത്തവും ആ രീതിയിൽ, അതായത് ബേസ് മുതൽ ഡെപ്ത് വരെ കവർ ചെയ്യുന്ന രീതിയിൽ മാക്സിമം റിവിഷൻസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെ മറ്റുമാണ് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. സോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് കരുതിയിരിക്കുന്നവർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ എക്സാം ഒരു പക്ഷേ വന്നേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പം നമുക്കൊരു ശുഭ സൂചനയായിട്ട് ഈ ഗസറ്റിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനും വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനവും ഇനിയും ആരംഭിച്ചിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്നു എന്ന് കരുതിയിരിക്കുന്നവർ തുടങ്ങേണ്ട സമയം ആയി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. സോ നിങ്ങളുടെ പഠനം മികച്ചതാക്കാൻ വേണ്ടി ഏണസ്റ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം ചേരുന്നു. ഏണസ്റ്റ് അക്കാഡമിയുടെ നേരിട്ടുള്ള ബാച്ചുകൾ, അതായത് ഓഫ്ലൈൻ ബാച്ചുകളും കൊല്ലത്ത് ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓൺലൈൻ ബാച്ചുകളും ഇപ്പോഴും അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ പഠനം, സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ നയിക്കുന്ന ക്ലാസ്സുകളും അതുപോലെ തന്നെ ധാരാളം ലെക്ചർ വൈസ് ടെസ്റ്റുകളും ടോപ്പിക് ടെസ്റ്റുകളും അതുപോലെ തന്നെ മോഡൽ ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ അടങ്ങുന്നതാണ് ഏണസ്റ്റ് അക്കാഡമിയുടെ ടെസ്റ്റ് സീരീസ്. അതോടൊപ്പം തന്നെ മികച്ച, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ നയിക്കുന്ന ബേസ് മുതൽ ഡെപ്ത് വരെ കവർ ചെയ്യുന്നുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓഫ്ലൈൻ ബാച്ചിനും ഓൺലൈൻ ബാച്ചിനും അഡ്മിഷനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ കോഴ്സിനെ കുറിച്ചും ഈ തസ്തികയെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.